ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് അധികം ആരും ഡിസ്കസ് ചെയ്യാത്ത ഒരു ടോപ്പിക്കിനെ കുറിച്ചാണ് ഈ വീഡിയോ ഇടുന്നത് കേട്ടോ. നിങ്ങൾക്ക് കുറച്ച് പേർക്കെങ്കിലും ഓർമ്മയുണ്ടാവും, ഞാൻ കഴിഞ്ഞ വെക്കേഷന് നാട്ടിലേക്ക് പോയപ്പോൾ അവിടെ ഒരു സ്ട്രേ ഡോഗിനെയും അവരുടെ 5 കുട്ടികളെയും ഒക്കെ റെസ്ക്യൂ ചെയ്തതും അതിനെയൊക്കെ അഡോപ്റ്റ് ചെയ്യിപ്പിച്ചതും ഒക്കെ. അപ്പം അതെനിക്കൊരു ഭയങ്കര ലൈഫ് ചേഞ്ചിങ് എക്സ്പീരിയൻസ് ആയിരുന്നു. ഒത്തിരി നല്ല വോളണ്ടിയേഴ്സ്, അഡോപ്റ്റേഴ്സ്, റെസ്ക്യൂവേഴ്സ് ഒക്കെ ഞാൻ കണ്ടുമുട്ടി. താങ്ക് യു ഫോർ മൈ സൂപ്പർ വണ്ടർഫുൾ അഡോപ്റ്റേഴ്സ്. നിങ്ങളുടെ ഒക്കെ ഹെൽപ്പില്ലായിരുന്നെങ്കിൽ എനിക്കിതൊന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു. ഹാവിങ് സെഡ് ദാറ്റ്, ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് വാട്ട് ഹാപ്പൻസ് ആഫ്റ്റർ ദ അഡോപ്ഷൻ എന്നുള്ളതാണ്. അപ്പം ഒരു റെസ്ക്യൂ ചെയ്യുന്ന ആളുടെ റോള് ഈ അഡോപ്ഷനോട് കൂടി തീരുന്നുണ്ടോ? ഞാൻ ഉദ്ദേശിക്കുന്നത്, റെസ്ക്യൂവർ എന്ന് ഉദ്ദേശിക്കുന്നത് സാധാരണയായിട്ടുള്ള ഒരു ഇൻഡിവിജ്വൽ ഒരാളെയാണ്. നിങ്ങളൊരു ഓർഗനൈസേഷൻ വഴിയാണ് അഡോപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റൂൾസ് ഈസ് എൻറ്റയർലി ഡിഫറെൻറ്റ്. അവർക്ക് അപ്ഡേറ്റ് കളക്ട് ചെയ്യും, അവർ വീട്ടിൽ വന്ന് നോക്കും, എന്തൊക്കെയോ അവരുടെ റൂൾസ് വേറെയാണ്. പക്ഷേ ഞങ്ങളെ മാതിരിയുള്ള സാധാരണക്കാർ ഒരു ഡോഗിനെ ഒരു വീട്ടിലേക്ക് അഡോപ്ഷന് കൊടുക്കുമ്പോൾ നമ്മുടെ റോള് ഈ അഡോപ്ഷനോട് കൂടി തീരുന്നുണ്ടോ? അപ്പോൾ എന്നോട് കുറേ പേര് ഉപദേശിച്ചു, തീർന്നു, അതോടുകൂടി റോള് തീർന്നു, ഇനി അത് അവരുടെ ഡോഗാണ്, അവർ നോക്കിക്കോളും എന്ന് പറഞ്ഞു. പക്ഷെ എനിക്കത്ര പെട്ടെന്ന് ലെറ്റ് ഗോ ചെയ്യാൻ സാധിച്ചില്ല. അപ്പം ഞാനിങ്ങനെ ഓരോ അഡോപ്ഷൻ കഴിയുമ്പോഴും ഞാൻ വളരെ ആങ്ഷ്യസ് ആയിരുന്നു. ഈ ഡോഗ് സേഫായിട്ട് അവരുടെ വീട്ടിലെത്തിയോ, അതവിടെ ആഹാരം കഴിച്ചോ, അവർക്കെല്ലാം ഈ ഡോഗിനെ ഇഷ്ടപ്പെട്ടോ, ഈ ഡോഗ് അവിടെ എന്തൊക്കെയാണാവോ കുസൃതി ഒപ്പിച്ച് വെക്കുന്നത്, പിന്നെ ചെരുപ്പുകൾ കടിച്ചോ, ഇങ്ങനെയൊക്കെ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. പക്ഷേ എൻ്റെ അഡോപ്റ്റേഴ്സ് വളരെ സന്തോഷത്തോടു കൂടി എന്നെ വിളിച്ച് പിന്നെ ഫോട്ടോ അയച്ചു തരികയും വീഡിയോയിൽ കാണിച്ചു തരികയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നു. പക്ഷെ ഞാൻ വിചാരിച്ചു, ഞാനായിട്ട് കണ്ടുപിടിച്ച സന്തോഷത്തോടു കൂടി കൊടുത്തിട്ട് എനിക്കെന്തിനാണ് ഇത്രയും ആങ്സൈറ്റി? അപ്പോൾ ഞാൻ വിചാരിച്ചു, ഇത് എനിക്ക് ഫസ്റ്റ് ഒരു എക്സ്പീരിയൻസ് ആയതുകൊണ്ടായിരിക്കും ഞാനിങ്ങനെയൊക്കെ കാണിക്കുന്നതെന്ന്. പക്ഷേ ഞാൻ ഡെയിലി റെസ്ക്യൂ ചെയ്യുന്ന വോളണ്ടിയേഴ്സിനോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു, അല്ല, ഇതൊരു നോർമൽ ഫീലിംഗ് ആണ്, നമുക്കും ഇടയ്ക്കിടയ്ക്ക് തോന്നും, അയ്യോ ഒരു അപ്ഡേറ്റ് കിട്ടിയിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. പക്ഷേ എന്തുകൊണ്ടോ ചിലർക്കത് തരാനൊരു റെസിസ്റ്റൻസ് ഉണ്ട്, അതെന്താണെന്ന് നമുക്കറിയത്തില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു, എന്തുകൊണ്ട് നമുക്കിങ്ങനെ ആങ്ഷ്യസ് ആവുന്നു? അതിനെനിക്ക് തോന്നുന്നു ഒരു കാരണം എന്തെന്ന് വെച്ചാൽ, അപ്പം നമ്മൾ ഈ ഡോഗിനെ ആദ്യമായിട്ട് കാണുമ്പോൾ റെസ്ക്യൂ ചെയ്യുന്ന ആ സമയത്ത് അതിൻ്റെ ഏറ്റവും ദയനീയ അവസ്ഥയിലാണ് നമ്മൾ ഇവരെ റെസ്ക്യൂ ചെയ്യുന്നത്. അപ്പോൾ റോഡിൽ കിടന്ന് ആഹാരമില്ലാതെ മഴ നനഞ്ഞൊക്കെ കിടക്കുമ്പോഴായിരിക്കും നമ്മൾ ഈ കൊച്ചു ഡോഗ്സിനെ നമ്മൾ റെസ്ക്യൂ ചെയ്യുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ അവർക്ക് വാക്സിനൊക്കെ കൊടുത്ത് ആഹാരമൊക്കെ കൊടുത്ത് നല്ല കുളിപ്പിച്ച് നല്ല സുന്ദരനും ആക്കിയിട്ടൊക്കെയാണ് നമ്മൾ ഈ അഡോപ്ഷന് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഈ അഡോപ്റ്റർ കാണുന്ന ഡോഗും നമ്മൾ ആദ്യം കണ്ട ഡോഗും ഈസ് എൻറ്റയർലി 2 ഡിഫറെൻറ്റ് ആനിമൽസ്. അപ്പം നമ്മുടെ മനസ്സിൽ ഈ ദയനീയമായിട്ടുള്ള ഒരു ചിത്രമാണ് നമ്മുടെ മനസ്സിൽ കിടക്കുന്നത്. അപ്പോൾ ഇവർ അഡോപ്ഷനൊക്കെ കഴിഞ്ഞ് നല്ല വീട്ടിൽ പോയി നല്ല സുഖമായിട്ട് വലിയ കോമ്പൗണ്ടിനകത്ത് നല്ല ആഹാരമൊക്കെ കഴിച്ച് നല്ല സുഖമായിട്ടിരിക്കുന്നു എന്ന് അറിയുമ്പോൾ നമുക്ക് ആ ലൈഫ് ഒന്ന് കാണണം എന്ന് ഭയങ്കര കൊതിയാണ് ഗൈസ്. അപ്പം നമ്മൾ അതുകൊണ്ടാണ് ആയിരിക്കാം നമ്മളിങ്ങനെ ഇവരെ വിളിച്ച് ചോദിക്കുന്നത്, ഒരു ഫോട്ടോ തരുമോ, വീഡിയോ തരുമോ. ഇതൊക്കെ ടെമ്പററി ആണ്. ഒരു 2-3-4 മാസം കഴിയുമ്പോൾ നമുക്ക് ഈ ദയനീയ ചിത്രത്തിനെ നമ്മൾ ഈ ഹാപ്പി ഫോട്ടോസ് വെച്ച് നമ്മൾ റീപ്ലേസ് ചെയ്യുമ്പോൾ പിന്നെ നമ്മൾ ഇവരെ വിളിക്കുന്നത് നിർത്തിക്കോളും. പക്ഷേ എനിക്ക് തോന്നുന്നു അഡോപ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന ആ നല്ല ഹൃദയങ്ങൾ, കാരണം ഒരു റോഡിൽ നിന്നോ അല്ലെങ്കിൽ ഒരു റെസ്ക്യൂ ഡോഗിനെ അഡോപ്റ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് വളരെ നല്ലൊരു മനസ്സുണ്ടാവണം. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ പെട്ടെന്ന് ഇവരിങ്ങനെ ഈ റെസ്ക്യൂ ചെയ്ത ആൾ വിളിക്കുമ്പോൾ ഈ ഫോട്ടോ കൊടുക്കാൻ സമയമില്ല എന്നൊക്കെ അവർ വിസമ്മതിക്കുന്നതിൻ്റെ കാരണം, അവരെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. അവരുടെ മനസ്സിൽ തോന്നുന്നത് ചിലപ്പോൾ ഇങ്ങനെയായിരിക്കാം, അയ്യോ ഇതിനിപ്പോൾ എത്ര കാലം ഇവർക്ക് ഈ അപ്ഡേറ്റ് കൊടുക്കണം, ഇവർക്കെന്താ നമ്മളെ വിശ്വാസമില്ലേ, നമ്മൾ നോക്കത്തില്ലേ, പിന്നെ ഇവരെന്തിനാണ് എപ്പോഴും ഇങ്ങനെ വിളിക്കുന്നത് എന്ന് അവർക്കും തോന്നുന്നുണ്ടാവാം. അത് ഒരു ചെറിയ മിസ്അണ്ടർസ്റ്റാൻഡിങ് ആണ് ബിറ്റ്വീൻ ദ റെസ്ക്യൂവേഴ്സ് ആൻഡ് ദ അഡോപ്റ്റേഴ്സ്. അപ്പോൾ അഡോപ്ഷൻ എപ്പോഴും ഒരു ബ്യൂട്ടിഫുൾ ജേർണിയാണ്. അതിലൊരു കുറച്ച് നാളത്തേക്ക് ഈ റെസ്ക്യൂ ചെയ്ത ആളെ കൂടെ കൂട്ടിയാൽ അത് അതിമനോഹരമായൊരു ജേർണിയായിട്ട് മാറുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അഡോപ്റ്റേഴ്സും റെസ്ക്യൂവേഴ്സും പരസ്പരം മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇതൊരു ബ്യൂട്ടിഫുൾ സ്റ്റോറി ആക്കാവുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? പ്ലീസ്
റൈറ്റ് ഇൻ യുവർ കമൻറ്റ്സ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ഗിവ് മി എ ലൈക്ക്. താങ്ക് യു. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.